ചിത്രചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഡാൻസ് അത് കേട്ടോന്ന് എനിക്കറിയില്ല. എന്റെ ഡാൻസിലെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ താങ്ക് യു. ഋഷിയായിട്ട് സൗഹൃദം കീപ്പപ്പ് ചെയ്തത് ഇപ്പോഴും ഉണ്ട്. ഋഷി ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം, അന്നും അടി ഉണ്ടായിട്ടില്ല. ഋഷിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഇല്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഋഷിനെ ഞാൻ ഒരിക്കലും വാഴാന്ന് വിളിക്കും. മാറിയിരുന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും വാഴ കളി കളിക്കണം, അതല്ലാതെ അതെത്ര പേര് വിളിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു പുറമേ ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ കോമണേഴ്സിനെ നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു. കോമണേഴ്സിനെ അറിയാം. അപ്പൊ റസ്മിനായിട്ടുള്ള ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്തത് എങ്ങനെ? അത് നേരിട്ട് തന്നെ എനിക്ക് റസ്മിനെ കൂട്ടി വരുന്നുണ്ടായിരുന്നില്ല. അതിന്റെ അകത്ത് പോലും ഞാൻ 2 റസ്മിന്റെ അടുത്ത് സംസാരിച്ചു. 5 പേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ നോറ അറിയാണ്ട് വിളിച്ചു പറഞ്ഞത്. നോറല്ല, അത് ചിന്തോ ചേട്ടനാണ് പറഞ്ഞത്. നോറയല്ല, ചിന്തോ ചേട്ടനാണ് പറഞ്ഞത്. ചിന്തോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിന്തോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെണ്ണാണ്. അല്ല ഇവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് അവരുടെ ഗെയിമാണ്. ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം, റിയാലിറ്റിയും ആവാം, പലതും ആവാം. നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് വർക്കാവുന്നത്. ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ്. എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല. സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളിച്ചോളും. ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സായി വെരി ഗുഡ് പ്ലെയർ. സായി ഭയങ്കര നല്ല പ്ലെയർ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, സായി ഇപ്പൊ ഒന്ന് പതുങ്ങിയിരിക്കണം. അത് ചിലപ്പോൾ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. വിന്നറാവട്ടെ. ആരാന്ന് വെച്ചാൽ പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും വലിയ പണി. പവർ റൂം ഒരു ട്രാപ്പല്ല. പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ളതിലാണ് പവറിന്റെ വില ഇരിക്കുന്നത്. പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്ക് നീ പോടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ അതിൽ പവറില്ല. അവരുപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവർ ആവുള്ളൂ. അപ്സര ഞാൻ അർജുൻ റസ്മിനായിട്ട് പവർ റൂമിലിരുന്ന ഒരാഴ്ചയുണ്ട്. ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകളൊന്നും അതായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ പാത്രങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരായിരുന്നു. ഇതെല്ലാം പവർ റൂളിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു നിയമപുസ്തകം അവിടെ ഉണ്ട്. ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത് എനിക്കെതിരായിരുന്നു. അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു. പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. കാരണം ചിന്തോ ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. എന്റെ അതവിടെ പാവങ്ങൾ അവിടെ നടത്തിപ്പോട്ടെ. ഇതിൽ എന്താണ് ഇത്ര അടുത്ത് നിർത്താനായിട്ട്? കാണണ്ടാത്തവർ കാണരുത്, കാണേണ്ടവർ കാണണം. എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഇനി എനിക്കിപ്പോ ഞാൻ വന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തെറിവിളികൾ ഒരു സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ്. ഒരു 10 തെറി കേട്ട് കഴിയുമ്പോൾ ഒരു 2 നല്ല വാക്കുകൾ, ഒരു 2 പേര് പറയാണ് മോനെ നിന്റെ കളി നല്ലതായിരുന്നു, നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു 2 വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട്. തെറിവിളികളും അതിന്റെ നല്ല വാക്കുകളും ഒക്കെ അതിന്റെ രീതിയിൽ പോകും. ലാലേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത്, ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത്. രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ മോഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. വിമർശകരോട് സ്നേഹം മാത്രം. ഉറപ്പായിട്ടും തീർച്ചയായും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട്. പക്ഷെ ആരാന്ന് പറയും പവറും ട്രാപ്പല്ല. പവറും സേഫ് ആവുന്നത് ഒരു ട്രാപ്പല്ല, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞ പവർ റൂമിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ ആ വീടിനകത്തിരുന്നേനെ. എന്റെ മണ്ടത്തരായിരുന്നു. ഞാൻ അന്ന്
ആലോചിച്ചില്ല, ഡീപ്പായിട്ട് അതിലേക്ക് ഒരു ചിന്ത ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ഗെയിമാണ്. അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. അറിഞ്ഞൂടാ, അത് വോട്ടിംഗ് അനുസരിച്ചിട്ട്. ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നർ ആവാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളി ആഗ്രഹം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിനെ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് എപ്പോഴും ജാസ്മിൻ ഉണ്ടായിരുന്നു. സിമ്പതിയുടെ ആവശ്യമില്ല, നമുക്ക് സ്നേഹം മതി. നമ്മളിപ്പോ ഒരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കടന്നു കിടന്ന സമയത്ത് എത്ര നല്ല പിടിച്ചു കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിട്ട്. ഇപ്പൊ ഞാൻ മനസ്സില് ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ എന്റെ അടുത്ത്. അത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മള് ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത്, പേഴ്സണൽ കാര്യത്തിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം, സത്യം പറഞ്ഞാൽ. കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിബയാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നുള്ളത് ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം തീർത്തിട്ട് ചോദ്യം ചെയ്തു. അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അൻസിബ ഐ എം സോറി. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു അപ്പോളജിയാണ്. അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഐ എം സോറി. ഞാൻ നോമിനേഷനിൽ അതായത് ഇലക്ഷനിൽ ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചോണ്ടിരിക്കുന്ന അൻസിബ പറഞ്ഞു ഞാനത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു. എന്നിട്ട് അൻസിബ ആൻഡ് ഋഷി സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കേട്ടോന്ന് എനിക്കറിയില്ല, എന്റെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ താങ്ക് യു, ഐ ലവ് യു ടു. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബയുടെയും കണ്ണു നിറഞ്ഞു ഞാൻ പോയ സമയത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ, അതിന്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത്. അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നത്. ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ്. നമ്മൾ പുറത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹേർട്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു പരിധി വിട്ട് സീരിയസ് സില്ലിയായിട്ട് എടുത്ത് ഞാനത് സില്ലിയായിട്ട് എന്നെ എത്ര പേരാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നെ എന്റെ മുമ്പിൽ നിന്നിട്ടാണ് പോണെന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ എനിക്കറിയാം, അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മളെ കേസ് ചെയ്താലും നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ കേസ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളെ ബാധിച്ചോളണമെന്നില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റി അവരെ നമ്മൾ ഉപദ്രവിച്ച് അവർക്ക് വിഷമം വന്നതിന് ശേഷം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. വെറുതെ ഒരു പേരിൽ എങ്ങനെ പറയുന്നതിനൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ ചെട്ടുണ്ടോ? അർജുൻ സിധു പ്രണയമല്ല, എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ്. ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത് രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും കൂടി തോന്നണ്ടേ. അർജുൻ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിരുന്നു, രാത്രി എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ. എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്നല്ല ചോദിച്ചത്, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ. ഒരിക്കലല്ല, ജീവിതകാലം മുഴുവൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ടിരുന്നു. എന്റെ 27 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നത്. 27 വർഷം, അതൊരു ജീവിതകാലം തന്നെയല്ല. ആ നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സീസണിൽ റിങ്കു വിങ്കു കോംബോ ഒക്കെ ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ ഷോ കാണാറില്ല എന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അതേപോലെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോംബോയാണ്. ആ രീതിയിലാണ് അത് പുറത്ത് ചർച്ച നടക്കുന്നത്. ഞാൻ കാര്യം പറയട്ടെ, നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമില്ലാത്തവരാരുള്ള സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അപ്പൊ അവര് പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവർ സൗഹൃദമായിട്ടിരിക്കുന്നതിൽ ആയിരിക്കും അവരുടെ പേഴ്സണൽ കാര്യം. അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക. അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടെ അതാണ് ബൗണ്ടറി. അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ.
ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം. ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ താങ്ക് യു. താങ്ക് യു.